ലോകകപ്പിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വിവാദവത്തായ കളി അതായിരുന്നു. റണ്ണേഴ്സ് എന്ന അർത്ഥത്തിൽ തങ്ങൾക്ക് ലഭിക്കേണ്ട സമ്മാനങ്ങളും അവാർഡുകളും വാങ്ങാൻ ആ ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നില്ല. അവർ ഫൈനലിലെ സമ്മാനദാനം ബഹിഷ്കരിച്ചു. എന്തിനയാൾ കൊല്ലപ്പെട്ടു? അയാളെ കൊന്നതാരാണ്? കൊന്നതിൻ്റെ പിറകിലുണ്ടായ ചേതോ വികാരം എന്താണ്? ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വിവാദം നിറഞ്ഞ കളി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. 1978 അത് നടന്നത്. ജോർജ് റാഫേൽ വിദേലയുടെ കീഴിലുള്ള സ്വേച്ഛാധിപത്യ ഭരണത്തിൻ്റെ കീഴിലായിരുന്നു ലോകകപ്പ് അവിടെ വെച്ച് തീരുമാനിക്കപ്പെട്ടത്. ആ പ്രദേശത്ത് അടിച്ചമർത്തപ്പെടുന്ന കാലത്തെ ആ കളി പൂർണ്ണമായും ജനങ്ങളെ പ്രീണിപ്പിക്കാനുള്ള ഒരു ഉപാധി മാത്രമായിരുന്നു. ബ്യൂണസ് അയേഴ്സിലെ കളി നടക്കുന്ന റിവർ പ്ലേറ്റിൻ്റെ ഹോം സ്റ്റേഡിയമായ എസ്റ്റാഡിയോ മോനുമെൻ്റലിൻ്റെ തൊട്ടടുത്ത് ന്യൂനസ് എന്ന് പറയുന്ന ഒരു കൊച്ചു പ്രദേശം, അവിടെ പലതും രഹസ്യമായി കൊണ്ടു നടത്തുന്ന ഒരു 10 മുറി ബ്ലോക്കുള്ള ഒരു കെട്ടിടമുണ്ടായിരുന്നു. ഒരു പഴയ നേവി മെക്കാനിക് സ്കൂളിൻ്റെ മറവിൽ നടത്തുന്ന ഒരു സ്വകാര്യ കോൺസെൻട്രേഷൻ ക്യാമ്പ്. അർജന്റീനയിൽ നിന്നും ഇടയ്ക്കിടെ അപ്രത്യക്ഷരാകുന്ന രാഷ്ട്രീയ തടവുകാരുടെ വലിക്കല്ലുകളായിരുന്നു അത്. മാർക്സിസ്റ്റ് ERPയും ഫെറോണിസ്റ്റ് മോണ്ടിനെറോ ഗ്രൂപ്പുകളും നയിച്ച സായുധ പോരാട്ടങ്ങളുടെ ഒടുവിലായിരുന്നു കളിക്കമ്പം ഉപയോഗിച്ച് ജനാധിപത്യം അല്ലെങ്കിൽ ജനാഭിപ്രായം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാനുള്ള ഒരു തെമ്മാടിത്ത ഗൂഢാലോചന 1978 ആ കളി നടക്കുമ്പോൾ അവിടെ ഉണ്ടായി. 1966 കാര്യം നമ്മൾ പറഞ്ഞല്ലോ. 1978 കളി വേറൊരു സ്ഥലത്താണ് സത്യത്തിൽ തീരുമാനിക്കപ്പെട്ടിരുന്നത്. പക്ഷെ പിന്നീട് ഫിഫ കാലുമാറി ഇവിടെ വെച്ചാകാം കൂടുതൽ പറയാം എന്ന് തീരുമാനിച്ചു. ജനറൽ ജുവാൻ കാർലോ ഒൻഗാനിയുടെ നേതൃത്വത്തിലുള്ള അട്ടിമറിയിലൂടെ അർത്തുറോ ഇല്ലിയയുടെ ജനാധിപത്യ ഭരണത്തെ അട്ടിമറിക്കപ്പെട്ട ഈ കാരണത്താലാണ് കളി വേണ്ടാന്ന് വെച്ചത്. പിന്നെ അർത്തുറോ ഇല്ലിയയുടെ ഭരണത്തെ ഈ ഒൻഗാനി അട്ടിമറിച്ചത് കാരണമായിട്ടായിരുന്നു കളി അവിടുന്ന് മാറ്റാമെന്ന് തീരുമാനിച്ചത്. പക്ഷെ പിന്നീട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഫിഫ കാലുമാറി. ഫിഫ കളി അവിടെ തന്നെ നടക്കാം എന്ന് തീരുമാനിച്ചു. ലോകകപ്പിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വിവാദവത്തായ കളി അതായിരുന്നു. ആരായിരുന്നു കളിച്ചത്? ആ കളിയുടെ പൂർണ്ണരൂപം ഞാനിവിടെ അവതരിപ്പിക്കുന്നില്ല. നിങ്ങൾ സോക്കർ ദർവേഷ് നോവൽ വായിക്കുമ്പോൾ അതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫൈനലിൽ എത്തിയത്, ഞാൻ ഈ പുസ്തകത്തിൽ ഒരു ടൈറ്റിൽ കൊടുത്തത് ഒരർത്ഥത്തിലും തന്നെ തെറ്റിദ്ധരിക്കരുത്. കഴിഞ്ഞ 2022 ലോകകപ്പ് മത്സരം ഖത്തറിൽ നടക്കുമ്പോൾ ചിലരൊക്കെ, ഞാൻ ഉൾപ്പെടെയുള്ള ചിലരൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. അർജന്റീനക്കൊരു കപ്പിനായി അല്ലെങ്കിൽ മെസ്സിക്കൊരു കപ്പിനായി നടത്തിയ ഫിഫയുടെ കളി എന്ന്. വാസ്തവമുണ്ടോ ശരിയാണോ എന്നറിയില്ല. പക്ഷേ 6 പെനാൾട്ടിയോളം ലയണൽ മെസ്സിക്ക് അനുവദിച്ചതിൻ്റെ വിവാദങ്ങൾ ഇപ്പോഴും ബാക്കി കിടപ്പാണ്. അതേ രീതിയിൽ തന്നെ ഫൗൾ കമ്മിറ്റ് ചെയ്ത ആളുകൾ അല്ലെങ്കിൽ ടീമുകൾക്ക് അത്രയും അനുവദിക്കപ്പെട്ടിട്ടില്ല എന്നിടത്തൊക്കെ അതിൻ്റെ പ്രശ്നങ്ങൾ കുറേ കിടപ്പുണ്ട്. എന്തായിരുന്നാലും പക്ഷേ 1978 തന്നെ ഇങ്ങനെ അർജന്റീനക്ക് ഒരു കപ്പിനായി ഫിഫയുടെ കളി എന്ന് പറയുന്ന ഒരു വിവാദം നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഏറ്റവും വിവാദവത്തായ കളി എന്ന് പറയുന്നത്. അന്ന് നിങ്ങൾ അറിയുന്നുണ്ടാകും, അർജന്റീനയിലെ മനോഹരമായി കളിച്ചിരുന്ന നല്ലൊരു ഫുട്ബോളറായിരുന്നു, സ്ട്രൈക്കറായിരുന്നു മരിയോ കെമ്പസ്. ഇന്ന് ബ്യൂണസ് അയറേഴ്സിലെ റിവർ പ്ലേറ്റിൻ്റെ ആ ഹോം സ്റ്റേഡിയം മരിയോ കെമ്പസ് മെമ്മോറിയൽ എസ്റ്റാഡിയോ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എസ്റ്റാഡിയോ മീൻസ് സ്റ്റേഡിയം. അദ്ദേഹമായിരുന്നു അന്നത്തെ ഹീറോ, ആ കാലഘട്ടത്തിലെ ഹീറോ. അന്ന് അർജന്റീനക്കെതിരെ ഫൈനലിൽ എതിരാളികളായി വന്നത് യോഹാൻ ക്രൈഫിൻ്റെ നെതർലാൻഡ്സ് ആയിരുന്നു. യോഹാൻ ക്രൈഫ് അന്ന് കളിച്ചില്ല, കാരണം നോവലിൽ പറയുന്നുണ്ട്. നെതർലാൻഡ്സും അർജന്റീനയും കളിക്കുമ്പോൾ എപ്പോഴും കാണികളും അന്നത്തെ രാഷ്ട്രീയ വിഭാഗങ്ങളൊക്കെ 2 പക്ഷത്തായി പോകാറുണ്ട്. അതിന് ഒരു കാരണമുണ്ട്. യൂറോപ്യൻ രാജ്യമാണ് നെതർലാൻഡ്സ്, ഡച്ച് ലാൻഡ് എന്നൊക്കെ പറയുന്ന ഹോളണ്ട് അന്ന് അർജന്റീനക്കെതിരെ കളിക്കുന്ന സമയത്ത് അർജന്റീനയുടെ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക അവസ്ഥ അതൊന്ന് വിശകലനം ചെയ്യേണ്ടതുണ്ട്. അത് വിശകലനം ചെയ്തിട്ട് നമ്മൾ കളിയിലേക്ക് വരാം. അന്ന് എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനതയാണ് അർജന്റീന. ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ്.
ആ കാർലോസ് മെനം ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇത്തിരിയെങ്കിലും അർജന്റീനക്ക്, നമ്മൾ അറിയാലോ ആ മറഡോണയുടെയൊക്കെ ഒരു കാലം, ആ സുവർണ കാലഘട്ടത്തിലാണ് ഇത്തിരിയെങ്കിലുമൊക്കെ അർജന്റീനക്ക് നല്ല മനോജ്ഞമായ ഒരു അവസ്ഥാവിശേഷങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ പിന്നീടുണ്ടായ കാട്ടുതീ ഒക്കെ കാരണം അവിടുത്തെ കൃഷിയിടങ്ങൾ നശിക്കുകയും വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നാലും ഫിഫക്ക് എക്കാലത്തും ഇഷ്ടപ്പെട്ട പ്രദേശമാണ് അർജന്റീന. അതിന് ചില രാഷ്ട്രീയ കാരണങ്ങൾ ഇസ്രായേലിനോടൊക്കെ ബന്ധപ്പെട്ടതുണ്ട്. നിങ്ങൾ നോവലിൽ അത് വായിക്കുക, ഞാൻ കൂടുതൽ അതിലേക്ക് ഇറങ്ങി ചെല്ലുന്നില്ല. എന്തായിരുന്നാലും അന്ന് അർജന്റീനയുടെ പ്രസിഡന്റായിരുന്ന റാഫേൽ വിദേലയുടെ രക്തദാഹവും അതോടൊപ്പം തന്നെ അയാൾക്കുണ്ടായിരുന്ന രാഷ്ട്രീയ വിരോധവും ഭരണത്തിലുണ്ടായിരുന്ന പിടിപ്പുകേടുകളൊക്കെ കാരണമായിട്ട് അന്നത്തെ അർജന്റീന ഇന്നും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ് നിങ്ങൾ അവലോകനം ചെയ്യുക. അതിരൂക്ഷമായിരുന്നു അവിടുത്തെ വർണ്ണവെറി, അവിടുത്തെ ജാതി വിഷയങ്ങളും വർണ്ണവെറി. ഇന്നും കറുത്തവർക്ക് ഇടമില്ലാത്ത ഒരു പ്രദേശമാണ്. അബോർജിനുകളായ അല്ലെങ്കിൽ നേരത്തെ അവിടെ അധിവാസം ഉറപ്പിച്ചിരുന്ന ഒരുപാട് ആദിമ വംശജരെ പുറന്തള്ളി ഇന്ന് അവരുടെ വേരോ രേഖയോ ചരിത്രമോ ഇല്ലാത്ത രീതിയിൽ ശൂന്യമാക്കപ്പെട്ട ഒരു പ്രദേശമാണ് അർജന്റീന. അവിടെ പിന്നീടുണ്ടായത് പല നാടുകളിൽ നിന്നും അവിടെ വന്ന് താമസിക്കുകയും പിന്നീട് ക്രോസ് വിവാഹങ്ങളിലൂടെ ഉണ്ടാക്കപ്പെട്ട വംശാവലിയിൽ പിൽക്കാലത്ത് ഉണ്ടായിത്തീർന്നത് വേശ്യാവൃത്തി, ലെസ്ബിയനിസത്തിൻ്റെ ഒരു ആധാര കേന്ദ്രമാണ് വാസ്തവത്തിൽ അർജന്റീന. അതോടൊപ്പം തന്നെ ട്രാൻസ് ലൈഫ് സെക്ഷുവാലിറ്റിക്ക് നിയമവശമുണ്ട്, നിയമ പിന്തുണയുണ്ട്. ഞാൻ അതിനെ എതിർക്കുന്ന ഒരാളല്ല. അതിൽ ചില മനുഷ്യൻ്റെ ബയോളജിക്കലായ ചില പ്രത്യേകതകളുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് അതുമായി ബന്ധപ്പെട്ട വൃത്തികെട്ട അല്ലെങ്കിൽ സെക്സ് ട്രാഫിക്കിങ്ങുമായി ബന്ധപ്പെട്ട മേഖലയിലേക്ക് വരെ ട്രാൻസിനെ എത്തിക്കുന്ന ഒരു പ്രത്യേക നിലപാടുകൾ കൂടി ആ രാജ്യത്തെ കാലത്ത് കാണപ്പെടുകയുണ്ടായി. പിന്നീട് മരുജുവാന, കൊക്കെയിൻ, ഹഷീഷ്, ചരസ്, അങ്ങേയറ്റത്തെ ഹോമോസെക്ഷുവാലിറ്റി, കറുപ്പ് തീറ്റ, കച്ചവടത്തിൽ മാന്യതയില്ലാത്ത അവസ്ഥ, ശിഥിലമായ കുടുംബ ബന്ധങ്ങൾ. കാരണം കുടുംബ ബന്ധങ്ങളിൽ ആണും പെണ്ണും തമ്മിലുള്ള സമ്പർക്കം പങ്കിടുന്നതിന് പകരം പുരുഷനും സ്ത്രീയുമായിട്ടുള്ള സമ്പർക്കങ്ങൾ, ഇങ്ങനെ പരസ്പരം എല്ലാ അർത്ഥത്തിലും തകർന്നു പോയ, പരസ്പര വിശ്വാസമില്ലാത്ത ഒരു സമൂഹമായിരുന്നു അക്കാലഘട്ടത്തിൽ അവിടെ നിലനിന്ന്. വ്യവസായത്തിലും കൃഷിയിലും ഉത്കർഷേച്ഛ നഷ്ടപ്പെട്ടിരുന്നു. രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല, ഉണ്ടായിട്ട് കാര്യമില്ല. ഒരു കാലത്ത് ഏണസ്റ്റേ ചെ ഗുവേരയെ കയ്യിൽ പച്ചകുത്തി നടന്നിരുന്ന ആ ജനതയ്ക്ക് അവരിൽ നിന്ന്, അവരുടെ രക്തരൂക്ഷിതമായ വിപ്ലവദാഹങ്ങളിൽ നിന്ന് ചെ ഗുവേരയെ നഷ്ടപ്പെട്ടു. അങ്ങനെ മാരിജുവാന കഴിച്ചവരുടെ മായിക കോപ്രായങ്ങളുടെ ഉള്ളിലേക്കാണ് അന്ന് നെതർലാൻഡ്സ് അവിടെ ഫൈനൽ കളിക്കാൻ വേണ്ടി എത്തിയത്. ഫൈനലിൽ എന്താ സംഭവിച്ചെന്നറിയോ? ഫൈനലിൽ അർജന്റീനൻ ടീം ഗ്രൗണ്ടിലെത്താൻ വേണ്ടി വൈകി, സമയമെടുത്തു. അത് ശരിക്ക് ലീഗലിയെ തെറ്റാണ്. ഫിഫ ശക്തമായ ആക്ഷൻ എടുക്കുന്നത്. പക്ഷെ അർജന്റീന ആയതുകൊണ്ട് ഫിഫ അവിടെ ആക്ഷൻ എടുത്തില്ല. ഇതിൽ ഹോളണ്ട് ടീം എന്ത് ചെയ്തു? പ്രതിഷേധിച്ചു. ഹോളണ്ട് ടീമിൽ അന്നൊരു കളിക്കാരനുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേര് വാൻഡി ഗർക്കോഫ്. അതിന് മുമ്പത്തെ കയ്യിലെ ഒരു പരിക്ക് കാരണം, കളിയിലേറ്റ പരിക്ക് കാരണം കയ്യിൽ അദ്ദേഹം ഒരു പ്ലാസ്റ്റർ കെട്ടിയിരുന്നു. ഈ പ്ലാസ്റ്റർ അഴിക്കാൻ വേണ്ടി അർജന്റീനൻ കളിക്കാർ പ്രശ്നമുണ്ടാക്കി. ഇന്നൊക്കെ നമ്മൾ പലതും കെട്ടി തലയിലും കാലിലൊക്കെ കെട്ടിയിട്ട് കളിക്കുന്ന കളിക്കാരെ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അന്ന് ഈ വാൻഡി ഗർക്കോഫിൻ്റെ കയ്യിലുണ്ടായിരുന്ന കെട്ടഴിക്കണം എന്ന് പറഞ്ഞിട്ട് അർജന്റീനൻ ടീം പ്രതിഷേധമുണ്ടാക്കി. അത് 15 മിനിറ്റിലധികം അത് കാരണം കളി വൈകി. അന്നത്തെ ഇറ്റാലിയൻ റഫറി സെർജിയോ ഗോണല്ല, അയാൾ ഈ പരാതികളൊക്കെ മുഖവിലക്കെടുത്തു. പക്ഷേ പരാതികൾ അയാൾ മുഖവിലക്കെടുത്തിട്ട് കാര്യമില്ലല്ലോ. ഫിഫ ഈ കാര്യത്തിൽ വല്ല തീരുമാനം എടുക്കണ്ടേ? ഫിഫയല്ലേ ആത്യന്തികമായിട്ട് കളിയുടെ അധികാരികൾ. പക്ഷേ ഫിഫ അവിടെയും മൗനം പാലിച്ചു. അപ്പോൾ ഡച്ച് ടീം ആ കളി ബഹിഷ്കരിച്ചു. പിന്നെ അവിടെ കളിക്കാമെന്ന് തീരുമാനിച്ചു. പക്ഷേ ഫൈനൽ മത്സരം ഒട്ടും തന്നെ ആരോഗ്യകരമായിരുന്നില്ല. അതിനകത്ത് യോർഹാൻ ക്രൈഫ്, ടോട്ടൽ ഫുട്ബോളിൻ്റെ പിതാവായ, ഫുട്ബോളിൻ്റെ സൗന്ദര്യ രസങ്ങളുടെ വീര്യൻ മുഴുവനും ആധുനിക കാലഘട്ടത്തിൽ കുടിയിരുത്തിയ യോഹാൻ ക്രൈഫ്, അദ്ദേഹം ഈ കളിയിലേക്ക് വന്നിട്ടില്ല എന്നുള്ളത് ഒരു ചരിത്രമാണ്. നോവലിൽ അത് പറയുന്നത്, അതിൻ്റെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ധാരാളം ഫൗളുകൾ, അതിനൊക്കെ പുറമെ, കളിക്കളത്തിൽ നടക്കുന്ന ഫൗളുകൾക്ക് പുറമെ അർജന്റീനൻ ആരാധകരെ അക്കാലത്ത് ടിക്കർ ടേപ്പുകളും കൺഫെറ്റികളും വലിച്ചെറിഞ്ഞിട്ട് ആ ഗ്രൗണ്ടിലെ പച്ചപ്പിനെ കണ്ണിൽ കാണാതാക്കി. അത്രമാത്രം ഗ്രൗണ്ടിനെ മലീമസമാക്കി, അലങ്കോലമാക്കി. പിന്നെ അതോടൊപ്പം തന്നെ ആ സമയത്ത് ഗ്യാലറിയിൽ നടക്കുന്ന മറ്റ് കളികൾ,
തമ്മിലടിയും കൂക്കുവിളിയും, അങ്ങനെ കൂക്കുവിളിയും ആവേശഭരിതരായിട്ട് ആളുകൾ ശബ്ദമുണ്ടാക്കലൊക്കെ എല്ലാ ഗ്രൗണ്ടിലും ഉണ്ടാകും. പക്ഷേ മറ്റൊരർത്ഥത്തിൽ അത് ഈ ടീമിനെ ഭയപ്പെടുത്താനായിരുന്നു, എതിർ ടീമിനെ ഭയപ്പെടുത്താനായിരുന്നു. അങ്ങനെ പിന്നെ ആ കളി കഴിഞ്ഞു, അർജന്റീന വിജയിച്ചപ്പോൾ മറ്റൊരു വിഷയം കൂടിയുണ്ടായി. ഇന്നേ വരെ ലോകകപ്പിൻ്റെ ചരിത്രത്തിൽ ഉണ്ടാകാത്ത മറ്റൊരു വിഷയം കൂടി ഉണ്ടായി. അന്നത്തെ ഓറഞ്ച് പടയുടെ നായകൻ, ക്യാപ്റ്റനായിരുന്ന റൂദ് ക്രോൾ, അദ്ദേഹം ക്യാപ്റ്റൻ മാത്രമല്ല, ലോകം കണ്ട ഏറ്റവും നല്ല ഒരു ഡിഫൻഡർ കൂടിയാണ്, മുഖ്യ പ്രതിരോധ വിദഗ്ധൻ കൂടിയാണ്. ഇറ്റലിയുടെ വളരെയധികം സാങ്കേതിക ജ്ഞാനമുള്ള ഒരു ഡിഫൻഡർ ഉണ്ടല്ലോ, ആ ഡിഫൻഡറെ പോലെ തന്നെ, അല്ലെങ്കിൽ കാർലോസ് പുയോളിനെ പോലെ ഒക്കെ വളരെ പ്രഗത്ഭനായ റൂദ് ക്രോളും സംഘവും അന്ന് തങ്ങൾക്ക് കിട്ടേണ്ട, റണ്ണേഴ്സ് എന്ന അർത്ഥത്തിൽ തങ്ങൾക്ക് ലഭിക്കേണ്ട സമ്മാനങ്ങളും അവാർഡുകളും വാങ്ങാൻ ആ ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നില്ല. അവർ ഫൈനലിലെ സമ്മാനദാനം ബഹിഷ്കരിച്ചു. ഇങ്ങനെയാണ് പിന്നെ ആ കളിയുടെ അവസാനം സംഭവിച്ചത്. ഇത് അർജന്റീനയ്ക്കൊരു കപ്പ് എന്ന പേരിൽ ഞാൻ അതിനെ അവമതിച്ചു, നിരീക്ഷിച്ചു എന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തണം. അതിന് മറ്റു വല്ല ചരിത്രപരമായ കാരണങ്ങളും ഉണ്ടോ എന്ന് എനിക്ക് വായനയിൽ കിട്ടിയിട്ടില്ല. അങ്ങനെ ഉണ്ട് എങ്കിൽ അത് മനസ്സിലാക്കാമല്ലോ. ഞാനിത് ഏകപക്ഷീയമായിട്ടല്ല അവതരിപ്പിക്കുന്നത്. നിങ്ങളുടെ കമൻസ് കണ്ടാൽ നമുക്ക് കൂടുതൽ ചരിത്രത്തിലേക്കൊക്കെ പോകാൻ പറ്റും. എന്തായിരുന്നാലും 1976, 78 ഈ കളി നടക്കുന്നത്. 76 മുതൽ 1983 കാലയളവിൽ വരെ, ആ കാലയളവിൽ മാത്രം പിന്നെ ആ കളിയുടെ ചുറ്റുവട്ടത്തല്ല ഞാൻ പറയുന്നത്, അർജന്റീന എന്ന് പറയുന്ന രാജ്യത്ത് മനുഷ്യാവകാശ പ്രവർത്തകർ, ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ, വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തകർ, കലാകാരന്മാർ, ഒപ്പം ചർച്ചുകളിലുണ്ടായിരുന്ന ജോലിക്കാർ, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലും പ്രകൃതി ദുരന്തങ്ങളിലുമൊക്കെ സജീവരായ മറ്റു വ്യക്തിത്വങ്ങൾ എന്നിവരൊക്കെ അടങ്ങിയ 30,000-ഓളം ആളുകൾ ആ 76 തൊട്ട് 83 വരെയുള്ള കാലഘട്ടത്തിൽ അപ്രത്യക്ഷരായി. അവരെക്കുറിച്ച് വാർത്തകളില്ലാതായി എന്നാണ് കണക്ക്. റിയോ ഡി ലാ പ്ലാറ്റയിലേക്ക് വിമാനത്തിൽ കയറ്റി അവരെ താഴേക്കിട്ട് എറിഞ്ഞു കൊന്നു. റിയോ ഡി ലാ പ്ലാറ്റയിലെ കുറ്റിക്കാടുകളിൽ, ആ ചെറിയ വനങ്ങളിൽ ഒരുപാട് ഇങ്ങനെ ക്രൂരമായി വധിക്കപ്പെട്ട ആത്മാക്കളുടെ, ദുരന്തഭരിതമായ പ്രേതാത്മാക്കളുടെ കരച്ചിൽ ഇന്നും മുഴങ്ങിക്കേൾക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. ഇങ്ങനെയാണ് ആ കളി നടന്നത്. യോഹാൻ ക്രൈഫിൻ്റെ കഥ ഞാൻ പറഞ്ഞു, അത് നിങ്ങൾ വായിക്കാം. ഇനി ഇത് അവസാനിപ്പിക്കുകയാണ്. ഇത് മാത്രമല്ല, ഈ എൻ്റെ നോവൽ സോക്കർ ദർവീഷ്, ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഒരു കൊലയുടെ, ഒരു കറുത്ത വർഗ്ഗക്കാരൻ്റെ കൊലയിൽ കേന്ദ്രീകരിക്കുകയും ആ കൊലയുടെ കാരണമായ മറ്റ് രാഷ്ട്രീയങ്ങളിലേക്ക് പിന്നെ കയറി പോവുകയും ചെയ്യും. നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നുണ്ട്. ഇതൊക്കെ പരിശോധിക്കണം. ലോകത്ത് നമ്മൾ ഇന്ന് കളി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വർണ്ണാഭമായ മനോഹരമായ ഈ കളിയിലേക്ക് എത്തി നമ്മളിതൊക്കെ ആസ്വദിക്കുന്ന അതിന് മുമ്പുണ്ടായ ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രം അത് നമ്മൾ മതിപ്പോട് കൂടി ഒന്ന് വായിക്കേണ്ടതുണ്ട്, ഉൾക്കൊള്ളേണ്ടതുണ്ട്. അങ്ങനെ വന്നതാണ്. ആ കളിക്കാരൻ്റെ പേര് കൊനലെ എൻഡലോവു എന്ന് പറയുന്ന ദക്ഷിണാഫ്രിക്കൻ കളിക്കാരനാണ്. അയാൾ കളി കാണാനാണ് അർജന്റീനയിൽ വന്നത്, കളിക്കാനായിരുന്നില്ല. എന്തിനയാൾ കൊല്ലപ്പെട്ടു? അയാളെ കൊന്നതാരാണ്? കൊന്നതിൻ്റെ പിറകിലുണ്ടായ ചേതോ വികാരം എന്താണ്? അതൊക്കെ ഡോക്ടർ ഒലീന ഹോർബാക്ക് എന്ന് പറയുന്ന ഈ നോവലിലെ മറ്റൊരു കഥാപാത്രം അതിൻ്റെ ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. ഇനി അടുത്ത ഒരു എപ്പിസോഡിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാം. നന്ദി, നമസ്കാരം.